ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തു നിൽക്കുന്ന ദിലീപ് ഫാൻസ്. അതിൽ ഞാനും ഫാൻസ് അല്ലെങ്കിലും കൂടി ഞാനും ആഗ്രഹിക്കുന്നു ദിലീപേട്ടൻ തിരിച്ചു വരണം. ജനപ്രിയ നായകന് ഒരു തിരിച്ചുവരവ് മലയാള സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഒരുപാട് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിനി. ഇനിയിപ്പോ മാർച്ച് 6 മറ്റേ ആണ് റിലീസ്, 9 അറിയില്ല കറക്റ്റായിട്ട്. ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ ഏതായാലും. അപ്പൊ അതിന്റെ ടീസർ നമുക്ക് നേരത്തെ 2-3 ഗ്ലിംസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒഫീഷ്യൽ ടീസർ എന്നാണ് പറയുന്നത്. ഇതുവരെ ട്രെയിലർ ഇറക്കി വിട്ടിട്ടില്ല. ഏതായാലും 48 സെക്കൻഡ് മാത്രമുള്ള ചെറിയൊരു സാധനം വന്നിട്ടുണ്ട്. കണ്ടിട്ട് വന്ന് സംസാരിക്കാം. സോ ലെറ്റ്സ് വാച്ച് ദ വേൾഡ് ഓഫ് പ്രിൻസ്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏതായാലും നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച് ഹിയർ മാൻ. ഹിയർ ഇനി ഇവിടെ ആർക്കാ ചോറ് വേണ്ടേ? ഇവിടെ ചോറ് ഒറ്റക്കുള്ളോ? അല്ല, മോളുണ്ട്. മോള് ഏത് ക്ലാസ്സിലാ? പ്രിൻസിന്റെ മക്കളൊക്കെ എത്രയായി? അങ്ങനെ കല്യാണമായിട്ടില്ല. അതെയാ, കല്യാണപ്രായ പിള്ളേരാ? അല്ല, എന്റെ കല്യാണമായിട്ടില്ല. സോറിടാ. ഇറ്റ്സ് ഓക്കേടാ. മോള് ചോറ് മെയ് 9. ഓക്കെ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പൊ ചെറിയ സാധനം 48 സെക്കൻഡ് മാത്രമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിന്റെ ഒരു ടീസറാണ് കണ്ടത്. എനിക്ക് ആ ചോറ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കല്യാണമല്ലേ ചേട്ടാ കുറച്ച് ചോറ് ഇട്ടേ, മറ്റേ ഇന്നച്ചന്റെ കോമഡിയാണ് ഓർമ്മ വന്നത്. ഏതായാലും പൊര നിറഞ്ഞു നിൽക്കുന്ന പ്രിൻസ്, 40 വയസ്സായി, കല്യാണമായിട്ടില്ല. കണ്ടവരും വന്നവരൊക്കെ ചോദിക്കുകയാണ് കല്യാണമായോ, കല്യാണം ആയിട്ടില്ല, എപ്പോഴാണ് കല്യാണം. അപ്പൊ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു നായകന്റെ അല്ലെങ്കിൽ ഒരു കുടുംബ അംഗത്തിന്റെ ഒരു ഏട്ടന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ കഥയാണ് പ്രിൻസ്. സോ പ്രിൻസിന്റെ കൂടെ കുറെ ആൾക്കാരും ഉണ്ട് ഫാമിലിയിൽ. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ് ഉണ്ട്, ബിന്ദു പണിക്കരുണ്ട്, നമ്മളെ ഉർവശീനെ കണ്ടു, ധ്യാൻ ഉണ്ട്, ആൻഡ് അങ്ങനെ കുറെ ആൾക്കാർ കണ്ടു. പിന്നെ സംവിധാനമുണ്ട്, മൂപ്പരെ പേര് നമ്മുടെ CID മൂസയൊക്കെ സംവിധാനം ചെയ്തത്. അപ്പൊ എല്ലാവരും ഉണ്ട്. കോമഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ആ ഗ്ലിംസിൽ കണ്ടപ്പോൾ കുറച്ച് ഇമോഷൻസും കൂടി നമ്മൾ കണ്ടു. ദിലീപേട്ടൻ ലാസ്റ്റ് ഒരു സീന് നോക്കുന്ന സീന്. അപ്പൊ എനിക്ക് തോന്നുന്നു പക്ക ഒരു ഫാമിലി സംഭവമാണ് എന്തായാലും പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഫാമിലിക്ക് വേണ്ട, ഫാമിലി ഓഡിയൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോമഡി ആയാലും ഇമോഷൻസ് ആയാലും ഫാമിലി ബന്ധങ്ങളൊക്കെ ആയാലും എന്തായാലും ഇനിയിപ്പോൾ എന്ത് ആയാലും, ഇനിയിപ്പോൾ കോമഡി എങ്കിൽ കോമഡി, ഇമോഷൻ എങ്കിൽ ഇമോഷൻ, ഫാമിലി എങ്കിൽ ഫാമിലി, എന്ത് തന്നെ ആയാലും ഈ ഒരു സിനിമയോടെ എന്തെങ്കിലും ഒരു ആവറേജ് ഹിറ്റെങ്കിലും വേണേ. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു അധികം മോശം പറയാത്ത രീതിയിൽ ഒരു ഡീസന്റ് സാധനം. അതൊരു തുടക്കമാവട്ടെ എന്നുള്ളത്. ഇപ്പൊ ബബ്ബേലം വരാനുണ്ട്, ഇതൊരു തുടക്കമാവട്ടെ. എന്തായാലും നല്ലൊരു ഹിറ്റ് തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഒരു ജനപ്രിയ നായകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ദിലീപേട്ടൻ ഇതുവരെ മലയാള സിനിമയിൽ വന്നിട്ട് ഇപ്പൊ 150ാമത്തെ സിനിമയാണ് മൂപ്പർ. ഓർക്കണം, 100ാമത്തെ സിനിമ 2010 ഇറങ്ങിയ കാര്യസ്ഥനായിരുന്നു. 2010 പിന്നെ 50 സിനിമ ചെയ്യാൻ 14 കൊല്ലം വന്നു എന്നുള്ളത് വേറൊരു ഫാക്ട്. എന്നാലും 150ാമത്തെ സിനിമയാണ് ദിലീപ് ചെയ്യുന്നത്, ജനപ്രിയ നായകൻ. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ വന്ന വഴികള്, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് സഞ്ചരിച്ച പാതകള്, അതൊക്കെ നമുക്കറിയാം. എന്താണ് സിനിമയിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാം. എന്തായാലും ദിലീപേട്ടൻ ഇപ്പം വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും താഴെ ഉള്ള ഒരു കാലഘട്ടമാണ്. അദ്ദേഹം ഇത്രയും ഒരു ഡൗൺഫാൾ നേരിട്ട ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കംബാക്ക്. ഞാൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ജനപ്രിയ നായകൻ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ സിനിമകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദിലീപേട്ടന്റെ ഒരു തിരിച്ചുവരവ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പൊ അതിലൊരാള് ആയിട്ട് ഞാനും എന്തായാലും ഉണ്ട്. അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിനെ 48 സെക്കൻഡുള്ള ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ജനപ്രിയ നായകൻ തിരിച്ചു വരട്ടെ, ദിലീപേട്ടന് ഒരു ഡീസന്റ് സാധനം ഒന്ന് കേറട്ടെ, ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് മെയ് 9 കാണാം. മെയ് 9 സിനിമ കണ്ട് എന്തായാലും റിവ്യൂ ആയിട്ട് ഞാൻ ഉണ്ടാവും, കൂടെ നിങ്ങൾ ഉണ്ടാവും. സോ കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.